നിമിഷപ്രിയയുടെ ശിക്ഷയിളവിന് തലാലിന്റെ സഹോദരന്റെ കത്ത് തിരിച്ചടിയാവില്ല. വധശിക്ഷ ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. മോചനം തടയാൻ സഹോദരന് കഴിയില്ല. മറിച്ചുള്ള പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് സ്ഥിരീകരണം. നിമിഷയുടെ മോചനം വേഗത്തിലാക്കാൻ കാന്തപുരത്തിന്റെ മധ്യസ്ഥ ഇടപെടൽ തുടരുകയാണെന്ന് യമനിൽ നിന്ന് ജവാദ് മുസ്തഫാവി ന്യൂസ് 18നോട്. പട്ടിക വിഭാഗക്കാർക്ക് സിനിമയെടുക്കാൻ പരിശീലനം നൽകണമെന്ന അടൂരിന്റെ പരാമർശത്തിൽ വിവാദം കനക്കുന്നു. പറഞ്ഞതിൽ ഉറച്ച അടൂർ ഗോപാലകൃഷ്ണൻ. സതുദ്ദേശ പരാമർശമെന്ന് ഇന്നലത്തെ നിലപാട് തിരുത്തി മന്ത്രി സജി ചെറിയാൻ. ദുരുദ്ദേശമില്ലെന്ന് VN വാസവനും. വിമർശിച്ച ആർ ബിന്ദു. ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേലിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. സഹകരണ സംഘത്തിൽ നിന്ന് 1.67 കോടിയുടെ നിക്ഷേപം മടക്കി കിട്ടാത്തതിനാൽ മാധ്യമപ്രവർത്തകൻ ജീവനൊടുക്കി. തലസ്ഥാനത്തെ സർക്കാർ ഓഫീസിൽ തൂങ്ങി മരിച്ചത് മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശി. പണം നിക്ഷേപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന മുണ്ടേല സഹകരണ സംഘത്തിൽ. ചേർത്തലയിലെ സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ് തുടരുന്നു. നടപടി ജൈനമ്മ തിരോധാന കേസിൽ. സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടിരുന്നെന്ന് അയൽവാസിയായ മുൻ അധ്യാപികയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18നോട്. സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് ശനിയില്ലേ, അവിടെ പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും പറയാൻ നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ തേടി ധർമ്മസ്ഥലയിലും പരിശോധന തുടരുന്നു. സാക്ഷി ചൂണ്ടിക്കാട്ടി എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകൾ നോക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിൽ തലാലിന്റെ സഹോദരൻ അയച്ച കത്ത് തിരിച്ചടിയാവില്ല എന്ന് സ്ഥിരീകരണം. നിമിഷയ്ക്ക് വധശിക്ഷ നൽകണമെന്ന കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരന്റെ ആവശ്യം ആണ് ശിക്ഷാ ഇളവ് നൽകുന്നതിനെ ബാധിക്കില്ല എന്ന് ഇപ്പോൾ മധ്യസ്ഥ ചർച്ച നടത്തുന്നവർ സ്ഥിരീകരിക്കുന്നത്. വധശിക്ഷയുടെ പുതുക്കിയ തീയതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ മെഹദി യമൻ കോടതിക്ക് കത്തയച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിശദീകരണം. മോചനത്തിനുള്ള ശ്രമങ്ങളാണ് കാന്തപുരം മുൻകൈയെടുത്തുള്ള ചർച്ചയിൽ ഇപ്പോഴും നടക്കുന്നതെന്ന് യമനിലുള്ള ജവാദ് മുസ്തഫാവി ന്യൂസ് 18നോട് പറഞ്ഞു. ഏതാനും ദിവസം മുമ്പാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയതായിട്ട് നമ്മെ അറിയിച്ചത്. അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു ചില ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേട്ടിരുന്നു. ഇപ്പൊ ഈ സഹോദരന്റെ അപേക്ഷകളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നത് വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പലതവണ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിശദീകരിച്ചതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് കേവലം ഈ ഒരു സഹോദരനല്ല. സഹോദരൻ ഈ കുടുംബത്തിൽ മാപ്പ് കൊടുക്കാൻ ഇസ്ലാമിക ശരിയാ ലോ പ്രകാരം അർഹതപ്പെട്ട ആളുമല്ല. അത്തരം ആളുകൾ വേറെയുണ്ട്. വലിയ യുദ്ധം എന്നാണ് അതിന് ശരിയ ടെർമിനോളജി ആയിട്ട് പറയാം. നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ശിക്ഷാളവ് എന്നീ രണ്ട് കാര്യങ്ങളെ ചൊല്ലി മാത്രമാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ വധശിക്ഷ ഉണ്ടാവില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് തലാലിന്റെ സഹോദരൻ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. പുതുക്കിയ തീയതി, അതായത് വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള പുതുക്കിയ തീയതി പ്രഖ്യാപിക്കണം, ഇരയുടെ കുടുംബത്തിന് സ്വാഭാവികമായ നീതി ലഭ്യമാക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിന് നിലവിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇരയ്ക്ക് നീതി വേണമെങ്കിൽ അല്ലെങ്കിൽ ഇരയുടെ കുടുംബത്തിൽ നിന്നും ഇളവ് നൽകണമെങ്കിൽ തലാലിന്റെ ഈ സഹോദരൻ മാത്രമല്ല, മറ്റ് മുതിർന്ന അംഗങ്ങളുണ്ട്, ഗോത്ര തലവന്മാരുണ്ട്. ഇത്തരം ആളുകളിൽ നിന്നാണ് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള തീരുമാനം വരേണ്ടത്. പക്ഷേ അവരൊക്കെ പൂർണ്ണമായി
ഈ മോചന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് കോടതിയിൽ നിന്നും ഈ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് എത്തുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ തലാലിന്റെ സഹോദരന്റെ ഇത്തരത്തിലെ ആവശ്യം കോടതി നടപടികളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് തീർത്ത് പറയുകയാണ്. നേരത്തെ കേന്ദ്ര സർക്കാർ അടക്കം ഇത്തരത്തിൽ വധശിക്ഷ ഒഴിവാക്കിയതായി അറിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ യമനിൽ എംബസി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ കൃത്യമായൊരു ഔദ്യോഗിക ആശയവിനിമയം സർക്കാരുകളുമായി നടക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ ലഭ്യമാക്കാൻ, ഔദ്യോഗിക വിവരങ്ങൾ എന്ന രീതിയിൽ ലഭ്യമാക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ടാണ് ഇത്തരത്തിലെ ചില ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മറിച്ച് ഈ വധശിക്ഷ ഒഴിവായി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈ വധശിക്ഷ ഒഴിവാക്കിയ ശേഷം പിന്നീട് ജീവപര്യന്തം ശിക്ഷയോ അല്ലെങ്കിൽ ദയാദനം സ്വീകരിച്ചുള്ള വിടുതലോ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചർച്ചകൾ നടക്കുക. സൂഫി പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ ഇപ്പോഴും യമനിൽ ചർച്ചകൾ വളരെ ഊർജ്ജസ്വലമായി തന്നെ പുരോഗമിക്കുന്നു. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഈ കത്ത് തിരിച്ചടിയാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ സ്ഥിരീകരിക്കുന്നത്. ചേർത്തലയിൽ കാണാതായ സ്ത്രീകൾക്ക് എന്തുപറ്റി? ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ വീട്ടുവളപ്പിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ജൈനമ്മ തിരോധാന കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യനുമായാണ് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇതുവരെ 4 സ്ത്രീകളുടെ തിരോധാനമാണ് പോലീസ് പരിശോധിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഏറ്റവും നിർണായകമായ ഒരു തെളിവെടുപ്പ് ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം വന്ന ജൈനമ്മ കേസിൽ, അങ്ങനെ തന്നെ പറയാം. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? സുജ, 2024 ഡിസംബർ 24-ാം തീയതി കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ, അതായത് ഈ കേസിലെ ഇപ്പോഴത്തെ മുഖ്യപ്രതിയായ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത്. കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ ഈ പരിശോധനയ്ക്ക് മുമ്പായി ആ ഭാഗങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്താണ് ഈ രീതിയിൽ ഉള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണ് സെബാസ്റ്റ്യനെ എത്തിക്കേണ്ടത്. കാരണം ഈ സ്ഥലത്ത് ഓലക്കീറുകൾ കൊണ്ട് മൂടിയിട്ട നിലയിൽ അകത്ത് കത്തിച്ച രീതിയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അത് പൂർണ്ണമായ ഒരു ശരീരാവശിഷ്ടങ്ങൾ അല്ല, മറിച്ച് എല്ലിൻ കഷ്ണങ്ങളാണ്. 150ഓളം വരുന്ന എല്ലിൻ കഷ്ണങ്ങളാണ് കത്തിച്ച നിലയിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുള്ളത്. അത് ആരുടേതെന്നതിനെ സംബന്ധിച്ചുള്ള DNA പരിശോധനകളടക്കം അതിന്റെ ഫലമടക്കം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ കോമ്പൗണ്ട് മൊത്തം ദുരൂഹത നിറഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ ശ്രീജ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 3 സ്ത്രീകളുടെ തിരോധാനത്തിൽ പ്രത്യക്ഷ ബന്ധമുണ്ടെന്നും 4മതൊരു സ്ത്രീ കൂടെ കേന്ദ്രീകരിച്ച് 4 ചേർത്തല കേന്ദ്രീകരിച്ചുള്ള 3 സ്ത്രീകളുടെയും കൊല്ലം ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൊല്ലം ആലപ്പുഴ ടീമുകളായി ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൊല്ലത്ത് നിന്നുള്ള കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സേവ്യർ അടക്കമുള്ള ആളുകൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലി അതിനു മുമ്പ് തന്നെ വന്ന ഈ സ്പോട്ട് നിരീക്ഷിച്ചിട്ട അദ്ദേഹവും ഉണ്ട്. അങ്ങനെയുള്ള കോട്ടയം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ വീടിന്റെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന JCB ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ഭാഗത്തു നിന്നും കുഴിയെടുക്കുന്ന ഭാഗത്തു നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്തായി ഒരു കുളമുണ്ട്. ഈ കുളവും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ്. കാരണം അവിടെ മുഷിയെ വളർത്തിയിരുന്ന മത്സ്യങ്ങളെ വളർത്തിയിരുന്ന കുളമാണ്. മാത്രമല്ല സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് വിരിച്ചതായി ഉണ്ട്. അവിടെയൊക്കെ ഈ വീടിനകത്ത് നിന്ന് വന്ന അന്ന് നടത്തിയ പരിശോധനയിൽ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വീടിനകം ഒപ്പം തന്നെ ഈ പുരയിടത്തിലെ വിവിധ കുളങ്ങൾ ഒപ്പം
തന്നെ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിന്റെ ടീം എത്തിയിട്ടുണ്ട്. അവരെ കുളം വറ്റിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചിട്ടുള്ള കുഴിച്ച് ഉള്ള പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ പുല്ല് വെട്ടി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരം ക്രമീകരണങ്ങളാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യനെ എത്തിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോൾ അന്വേഷണ സംഘവുമായി വീടിനകത്ത് ആണുള്ളത്. പുറത്തെ ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്വേഷണ സംഘം അകത്തെ ഭാഗങ്ങളും ഇപ്പോൾ അകത്തുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം കണ്ടെത്തിയ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ജനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇവിടെ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ, അതായത് ചേർത്തല നഗരത്തിൽ തന്നെ 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ ജയനമ്മയുടെ സ്വർണം എത്തിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കുന്നത്ത് ജുവലറി, ഒപ്പം തന്നെ അതിന് തൊട്ടടുത്തുള്ള DYSP ഓഫീസിന് നേരെ എതിർവശത്തുള്ള വെങ്കടേശ്വർ ജുവലറി എന്നിവിടങ്ങളിൽ അവിടെ സ്വർണം ഉരുക്കുകയും മറ്റു സ്ഥലത്ത് പണയം വെക്കുകയും ചെയ്തിട്ടുള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതുവരെ പിടുത്തം കൊടുക്കാത്ത ഒരാൾ വളരെയധികം ഈ തിരോധാന കേസുകളിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയും എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വം ആ കേസുകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിയുമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയ തെളിവുകളുമായി അവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ വിവരങ്ങളും വളരെ നിർണായകമാണ്. കാരണം മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ്, അല്ലെങ്കിൽ ഈ കേസിലെങ്കിലും അയാളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അന്വേഷണ സംഘം നിൽക്കുന്നത് എന്നുള്ളതാണ്. 3 IPS ഉദ്യോഗസ്ഥർ ഇതിനകത്ത് സ്ഥിരമായി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായ SP മോഹനചന്ദ്രൻ, ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള SP ഷൌക്കത്ത് അലി, ഒപ്പം തന്നെ SP ഗിരീഷ് P സാരഥി, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ, കോട്ടയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സാജൻ സേവർ, ഇത്രയും ഉദ്യോഗസ്ഥർ ഇതിൽ വളരെ അവർ എല്ലാവരും ചേർന്നുള്ള കൂടിയാലോചനയുടെ ഭാഗമായാണ് ഓരോ ദിവസവും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ പള്ളിപ്പുറത്ത് വന്ന് ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിറ്റു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നെന്ന് റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത്. റോസമ്മ ന്യൂസ് 18 വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഈ അധ്യാപികയുടെ വെളിപ്പെടുത്തലും. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്, ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലം പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട്, ഞങ്ങൾക്ക് സേനയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെയും നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നുകൊണ്ട്, അയാൾ ഉടായ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു പിന്നെ വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കും. ആവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ടായിരുന്നു. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യൻ നേരത്തെ കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ, തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇത് മതം എന്താണ്, ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇനി പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, വസ്തു ചോദിച്ചു വന്നപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു.
അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാളെ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ചേർത്തല ശാസ്താംകവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന 6ാം ദിവസവും തുടരുകയാണ്. 11ാം പോയിന്റിലാണ് ഇന്ന് പരിശോധന. തെരച്ചിലിന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ആക്ഷൻ കൌൺസിൽ. ഇതുപയോഗിച്ച് സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കണമെന്നാണ് ആവശ്യം. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. പതിനൊന്നരോടുകൂടിയാണ് ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘം ഇന്ന് പരിശോധനക്കായി എത്തിയത്. 11ാം പോയിന്റിലാണ് പരിശോധന നടക്കുന്നത്. 11ഉം 12ഉം 2 പോയിന്റുകളിലായിരിക്കും ഇന്നത്തെ പരിശോധന. ഏതായാലും 13 ഇടങ്ങളിലാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 13 ഇടങ്ങളിലെ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ഇനി തുടർ നടപടികൾ എന്താണ്, ഇത് സംബന്ധിച്ചൊരു കൂടിയാലോചന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അതിലൊരു തീരുമാനമെടുക്കുക. പ്രധാനമായും ഇനി പരിശോധിക്കാനുള്ളത്, അതായത് 14 മുതൽ അങ്ങോട്ട് പരിശോധിക്കാനുള്ളത് ഈ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ പറമ്പുകളിലുമാണ്. കോടതി അനുമതിയോടുകൂടി ഇത്തരം സ്ഥലങ്ങളിൽ, ഇത്തരം ഇടങ്ങളിൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനം. എന്തായാലും ആ രീതിയിൽ പരിശോധന തുടരാൻ തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്തും. അതുതന്നെയാണ് SIT നേരത്തെയും വ്യക്തമാക്കിയത്. ഇതിനിടയിൽ 6ാം പോയിന്റിൽ നിന്നും ലഭിച്ച മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. ഒരുപക്ഷെ ഇതല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്നും കിട്ടിയത് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എത്ര പഴക്കമുണ്ട് ഈ അസ്ഥികൂടത്തിന് എന്ന കാര്യത്തിലും വിവരം ലഭിക്കേണ്ടത്. അത് വളരെ നിർണായകമായിരിക്കും ഇനി തുടർ അന്വേഷണത്തിൽ. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. 6ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. 13ാം പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. സിനിമാ കോൺക്ലേവ് സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. അതേസമയം അടൂരിന്റെ പരാമർശം സദുദ്ദേശപരമാണെന്ന് ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാനും മന്ത്രി VN വാസവനും രംഗത്തെത്തിയപ്പോൾ അടൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി R ബിന്ദു ഫേസ്ബുക്കിലൂടെ നടത്തിയത്. അടൂരിന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ മ്യൂസിയം പോലീസിന് പരാതി നൽകി. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സാക്കിക്കണം. സിനിമാ കോൺക്ലേവ് വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശത്തിനെതിരെയാണ് വിവാദം കൊഴുക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നും നിലപാടിൽ ഉറച്ചു നിന്നു. പുതിയ സിനിമ ഗവൺമെൻറ് പൈസ കൊടുക്കുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഗവൺമെൻറ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അവരെ അതിന് തയ്യാറാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. മുഖം നോക്കാതെയാണ് സിനിമയെടുക്കാൻ സർക്കാർ സഹായം നൽകുന്നതെന്ന് വേദിയിൽ അടൂരിന് മറുപടി നൽകിയ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പരാമർശം സദുദ്ദേശപരമെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പിന്നീട് നിലപാട് മയപ്പെടുത്തി. വനിതകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്നവർ, ആവശ്യ സാമ്പത്തിക ബുദ്ധിയുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം. സാർ, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാരെ ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി, ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും വളച്ചൊടിച്ച് വിവാദമാക്കുകയായിരുന്നുവെന്നും മന്ത്രി VN വാസവൻ. അതിൽ
ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം സിനിമയ്ക്ക്, ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം. ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായൊരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് എഴുത്തുകാരനും മുൻ IAS ഓഫീസറുമായ ഡോക്ടർ KV മോഹൻകുമാർ രംഗത്ത് വന്നു. സമൂഹമാധ്യമങ്ങളിലെ വിമർശനം വസ്തുതകൾ വളച്ചൊടിച്ച് ജാതിവിദ്വേഷം പരത്തുന്ന അവസ്ഥയിൽ എത്തിയതായും മോഹൻകുമാർ പ്രതികരിച്ചു. അതേസമയം അടൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി R. ബിന്ദു നടത്തിയ വിമർശനം ഇങ്ങനെ: സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ സങ്കല്പനങ്ങൾ, അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെത്. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ടിൽ കണക്കെടുക്കുന്നത് സവർണബോധം കൊണ്ടാണെന്ന് സംവിധായകൻ ബിജു പറഞ്ഞു. ഇതൊന്നും അല്ലാതിരിക്കെ ഇറങ്ങിയ സിനിമകളൊക്കെ മെച്ചപ്പെട്ടതായിരിക്കെ, ഇറങ്ങിയ സിനിമകൾ ഒരു പ്രോസസ്സിൽ കൂടി വളരെ സുതാര്യമായി തിരഞ്ഞെടുത്തതായിരിക്കെ, യോഗ്യതയുള്ളവർക്ക് കൊടുത്തതായിരിക്കെ, ഇതിനകത്തൊരു വിചിന്തനം വേണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർക്ക് അങ്ങനെ ഒരു സിനിമയുള്ള കഴിവൊന്നുമില്ല. അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്താലേ വനിതകളും ഇവിടുത്തെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ണാടി വെച്ച് കാണുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് നൽകിയതിൽ ജൂറിയിൽ ഭിന്നത. 11-അംഗ ജൂറിയിലെ മലയാളി സംവിധായകൻ പ്രദീപ് നായർ എതിർപ്പുന്നയിച്ചതായി വിവരം. എന്നാൽ മറ്റംഗങ്ങൾ ഏകകണ്ഠേന ഈ എതിർപ്പ് തള്ളിക്കളഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയം വിവാദം നിറഞ്ഞതാണെന്ന് താൻ പറഞ്ഞിരുന്നെങ്കിലും തള്ളിക്കളഞ്ഞതായും പ്രദീപ് നായർ പറഞ്ഞു. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയെ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിനായി പരിഗണിച്ചെങ്കിലും മറ്റ് ജൂറി അംഗങ്ങൾ എതിർത്തതായും വിവരമുണ്ട്. സ്വാഭാവികതയും ആധികാരികതയും ഇല്ലെന്ന് പറഞ്ഞാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നൽകാതിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജൂറി ചെയർമാൻ അശുതോഷ് ഗവാരിക്കർ ആയിരുന്നു ഈ നിലപാട് സ്വീകരിച്ചത്. താരസംഘടനയായ അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം തുടരുന്നതിനിടെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് വ്യക്തമാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസും P. രാഗേഷുമാണ് മത്സരിക്കുന്നത്. സാന്ദ്രയ്ക്കെതിരെ ഒരു വിഭാഗം നിർമ്മാതാക്കൾ രംഗത്ത് വന്നു. മെമ്മറി കാർഡ് വിവാദത്തിൽ നടിമാരുടെ മൊഴികൾ കുക്കു പരമേശ്വരൻ ചിത്രീകരിച്ച് പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന ആരോപണമാണ് ശക്തമാവുന്നത്. നടിമാരായ പൊന്നമ്മ ബാബു, ഉഷ, പ്രിയങ്ക എന്നിവർക്ക് പുറമെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുക്കുവിനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന. സർക്കാർ ഓഫീസിൽ മാധ്യമപ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശിയാണ് മരിച്ചത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 1.5 കോടിയിലേറെ രൂപ തിരിച്ചു കിട്ടാത്തതിലെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് സൂചന. വെള്ളയമ്പലത്തിന് സമീപം കനകനഗറിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ ശശിയെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഈ വരുമാനമെല്ലാം കൂടി ചേർത്തുണ്ടായ കുറച്ച് തുക മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആ പണം അദ്ദേഹത്തിന് സമയത്ത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ മോഹനൻ ആത്മഹത്യ ചെയ്തു. അതുമായി മാനസികമായി അദ്ദേഹം അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അദ്ദേഹം പ്രയാസങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന മുണ്ടേല റെസിഡൻഷ്യൽ സഹകരണ സംഘത്തിൽ ഇദ്ദേഹം 1,67,00,000 രൂപ നിക്ഷേപിച്ചിരുന്നു. ഇത് തിരികെ ലഭിക്കാതായതോടെ മാനസികമായി തകർന്നു. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സഹകരണ ബാങ്കിലെ ക്രമക്കേടും തകർച്ചയും നിരവധി പേരെ പ്രതിസന്ധിയിലാക്കിയെന്നും ശശി മനോവിഷമത്തിലായിരുന്നുവെന്നും കോൺഗ്രസും സമ്മതിക്കുന്നു. വളരെ ദുഃഖിതരായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. വലിയ ഒരു നമുക്ക് ആ പ്രദേശത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ആ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ദുർവിനിയോഗം ചെയ്ത് ഈ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്കുൾപ്പെടെ ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് CPM ആരോപിച്ചു. വലിയ നിലയിലുള്ള ധൂർത്തും അഴിമതിയുമാണ് ഇതിന്റെ മറവിൽ നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന ഇടുക്കിയിൽ, അതുപോലെ തന്നെ അമ്പൂരിയിൽ, വിവിധ പ്രദേശങ്ങളിൽ സ്വന്തം പേരിൽ ഭൂമിയും ഫാമും റിസോർട്ടും ഒക്കെ ഈ ആളുകൾ, ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചില ആളുകൾ ഇവിടെ നിന്ന് പണം അപഹരിച്ചു കൊണ്ടുപോയി നിർമ്മിച്ചതായിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുണ്ടേല സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനൻ നായരും നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ PK ബുജൈർ അറസ്റ്റിലായതോടെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പ്രതിരോധത്തിൽ. ജലീലിനെതിരെ വിമർശനം തുടരുകയാണ്. ഫിറോസിനെതിരെ വിമർശനം തുടരുകയാണ് KT ജലീലും ബിനീഷ് കോടിയേരിയും. സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചു എന്നാണ് ജലീലിന്റെ ആരോപണം. എന്നിട്ടാണിപ്പോൾ മിശിഹ ആയി വരുന്നതെന്നും ജലീൽ വിമർശിച്ചു. ലഹരി കേസുകളിൽ നേതാക്കളുടെ ബന്ധുക്കൾ അറസ്റ്റിലായാൽ രാജിവെക്കണമെന്ന മുൻ നിലപാട് സ്വന്തം കാര്യത്തിൽ ബാധകമാകുമോ എന്നാണ് ബിനീഷ് കോടിയേരിയുടെ ചോദ്യം. കോടിയേരി ബാലകൃഷ്ണനെ ഓർക്കുന്നുവെന്നും മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ മകൻ എന്ന വിളി അച്ഛന് ചാർത്തിക്കൊടുത്തത് ഫിറോസ് അടക്കുന്ന കൂട്ടമാണെന്നുമുള്ള വൈകാരിക കുറിപ്പും ബിനീഷ് പങ്കുവച്ചിരുന്നു. PK ഫിറോസിനും മുസ്ലിം ലീഗിനുമെതിരെ KT ജലീൽ ഇന്ന് രംഗത്തെത്തി. മുസ്ലിം ലീഗ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും വിഹാര കേന്ദ്രമായി. ഫിറോസിന്റെ സഹോദരൻ ബുജൈർ മുമ്പ് തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ മയക്കുമരുന്ന് അടിമയുണ്ടായിട്ട് അക്കാര്യം അധികൃതരെ അറിയിച്ചില്ല എന്നായിരുന്നു ചോദ്യം. ബുജൈർ ഭാര്യയെയും കുഞ്ഞിനെയും പരിചയമായി ഉപയോഗിച്ചുവെന്നും ജലീൽ ആരോപിച്ചു. എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല? സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ഫിറോസ് അല്ലേ? തന്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ്, അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ്. നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. എത്രയോ ചെറുപ്പക്കാരെ PK ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് PK ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല? PK ഫിറോസിനെതിരെ നടക്കുന്ന സമരം BJP ഗൂഢാലോചനയെന്ന് K മുരളീധരൻ. UDF-നെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണെന്നും മുരളീധരൻ ആരോപിച്ചു. അത് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ആക്രമിക്കാൻ നടത്തുന്ന ശ്രമമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താലും നിയമത്തിന്റെ വഴി നിയമം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഫിറോസ് UDF-ന്റെ ഒരു ശക്തനായിട്ടുള്ള വക്താവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ അതിലെ BJP ഉണ്ട്, CPM ഉണ്ട്, രണ്ടുപേരും അക്കാര്യത്തിലൊന്നാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ യോഗം വിളിക്കാൻ കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ VC സർവകലാശാല ആസ്ഥാനത്ത് ഇന്നെത്തി. ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി ഉച്ചയ്ക്ക് യോഗം ചേരും. അതേസമയം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സർവകലാശാല നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായുള്ള ചർച്ച പോസിറ്റീവ് എന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പ്രശ്നമുണ്ടായാൽ പരിഹാരവും ഉണ്ടാകും, അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പോസിറ്റീവായ പുരോഗതി ഉണ്ടെന്ന് പറയാം. നമ്മൾ ചർച്ചയാണല്ലോ, അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം അതിനെ പറ്റിയ അഭിപ്രായം പറയുന്നതാകും ഉചിതം. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. സഭകളുടെ പ്രക്ഷോഭങ്ങളിൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും നുഴഞ്ഞു കയറിയെന്ന ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. കേരളത്തിൽ 9 ഇടങ്ങളിലെ പ്രതിഷേധങ്ങളിൽ സാന്നിധ്യമുണ്ടായി. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നുഴഞ്ഞുകയറ്റത്തിൽ സഭകൾ ജാഗ്രത പാലിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ചേർത്തല പള്ളിപ്പുറത്ത് നടക്കുന്ന നിർണായക പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവരുന്നു. അവിടെ നിന്ന് ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ സ്നേഹജൻ അവിടെയുണ്ട്, വിവരങ്ങൾ നൽകും. എന്തായാലും ഈ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നേരത്തെ അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാണോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അതല്ലെങ്കിൽ ഈ കാണാതായ സ്ത്രീകളിൽ ആരുടെയെങ്കിലുമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടുന്നുണ്ടോ? ശ്രീജ, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടടുത്തായി JCB ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അസ്ഥികഷ്ണമെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. അവരത് ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ ഇത്തരം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത്, അതായത് ഇയാളുടെ സെബാസ്റ്റ്യന്റെ വീടിന്റെ തെക്ക് ഭാഗത്തായാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ
കണ്ടെത്തിയിരുന്നത്. അതിന്റെ ആ കുഴിയെടുത്തതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും JCB ഉപയോഗിച്ചുള്ള പരിശോധന നടന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ അസ്ഥികഷ്ണമെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. അത് അവർ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇന്ന് ഇപ്പോൾ രാത്രി വരെയുള്ള തിരച്ചിലിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെ അന്വേഷണ സംഘം ഒരുക്കിയിട്ടുണ്ട്. കാരണം ലൈറ്റുകളും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ടീം അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. കാരണം 2-3 കുളങ്ങളോളം ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്, അതായത് ഈ തെക്ക് ഭാഗത്തായി തന്നെയുണ്ട്. മാത്രമല്ല വീടിന്റെ പിൻഭാഗവും ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി തെളിച്ച് അവിടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഒരു തെരച്ചിൽ, അതായത് പ്രാഥമികമായി നടത്തിയ ഒരു തെരച്ചിലാണ് ഇപ്പോൾ അസ്ഥികഷ്ണമെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ശരണ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനടുത്ത് നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ശരണ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജൈനമ്മയുടെ തിരോധാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെങ്കിലും ആ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കാണുന്നത് സമാനമായ രീതിയിൽ മറ്റ് സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. ഇവരെ എല്ലാം പൊതുവായി ബന്ധിപ്പിക്കുന്നത് സെബാസ്റ്റ്യൻ എന്നൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ പരിശോധനയിൽ ഇത് ആരുടേതാണ് എന്ന് തെളിയുന്നതായിരിക്കും ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. പോലീസ് എന്തൊക്കെയാണ് ഇന്നത്തെ ഈ തെളിവെടുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4 സ്ത്രീകളുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതിൽ 3 എണ്ണത്തിൽ കൃത്യമായി ഇയാൾക്ക് ബന്ധങ്ങളുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തെളിവുകളുടെ അഭാവമാണ് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത്. പക്ഷേ കാണാതായ 3 സ്ത്രീകളെ സംബന്ധിച്ച് ഇയാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്ത്രീകളാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ കബളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം കിട്ടിയ ശരീരഭാഗങ്ങൾ തന്നെ അത് കുറച്ചുകൂടി പഴക്കം ചെയ്യുന്ന, അതായത് ജൈനമ്മയുടെ ശരീരഭാഗങ്ങൾ ജൈനമ്മ മിസ്സിംഗ് ആവുന്നത് കഴിഞ്ഞ ഡിസംബർ 24-ലാണ്, അതായത് 2024 ഡിസംബറിലാണ്. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ പഴക്കം ഈ ശരീരഭാഗങ്ങൾക്ക് കണ്ടെത്തിയ അസ്ഥികൾക്കുണ്ടോ എന്നുള്ള സംശയമൊക്കെ അന്വേഷണ സംഘത്തിലുണ്ട്. DNA പരിശോധന ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഐഷയുടെ DNA സാമ്പിൾസ്, ഐഷയുടെ മക്കളുടെ DNA സാമ്പിൾസും DNA പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പിൾസും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭന്റെ ബന്ധുക്കളോട് വരാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൈനമ്മയുടെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കൂട്ടരുടെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. കാരണം ഐഷ 2012 കാണാതായ സ്ത്രീയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾക്ക് പഴക്കമുണ്ടോ അതോ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. നിർണായകം എന്ന് പറയുന്നത് DNA പരിശോധനാ ഫലം തന്നെയാണ്. 180ഓളം അസ്ഥികളായിരുന്നു അന്ന് ഇവിടെ നിന്ന് കണ്ടെത്താനായത്. ഈ 180 അസ്ഥികൾക്ക് അപ്പുറത്തേക്ക് 3 സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം, സെബാസ്റ്റ്യനുമായി അടുത്ത് ഇടപഴകിയിരുന്ന 3 സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെ പരമാവധി ഈ വീട് കേന്ദ്രീകരിച്ച് ഇതിന് ദുരൂഹതകൾ മറന്നീക്കി പുറത്തു കൊണ്ടുവരണമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. 2 ജില്ലകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം ക്രൈംബ്രാഞ്ച് ടീമാണ് ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് SP ഉൾപ്പെടെയുള്ള ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള ആളുകൾ സ്പോട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. വീടിന്റെ മുന്നിൽ കൊണ്ട് ഇറക്കിയ സെബാസ്റ്റ്യനെ വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ വീടിനകത്ത് നിന്നാണ് നേരത്തെ നടത്തിയ പരിശോധനയിൽ, ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടിനകത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും സഹകരിക്കാത്ത മനോനിലയുമായാണ് സെബാസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൈനമ്മ തിരോധാന കേസിൽ കിട്ടിയ നിർണായക തുമ്പുകൾ വെച്ച് ഇത്തരമൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളെ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും വീടിന്റെ പിൻഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. അസ്ഥികൾ കണ്ടെത്തിയ ഭാഗത്തു നിന്നും നേരത്തെ അസ്ഥികൾ കണ്ടെത്തിയ ഭാഗത്ത് JCB ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് അസ്ഥികളെന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടക്കുന്നത്. 4 സ്ത്രീകളെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെ നേരെ സംശയങ്ങൾ ഉയരുന്നത്. ഈ വളപ്പിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണ്, ഇതിൽ ആരുടേതെങ്കിലുമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds, the versatile jewelry.
സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,295 രൂപ, പവന് 74,360 രൂപ. പതിനെട്ട് കാരറ്റ് ഗ്രാമിന് 7,680 രൂപ, പവന് 61,440 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ, കിലോഗ്രാമിന് 1,21,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളത്തിൽ ഹരികൃഷ്ണൻ ചേരും.